ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം. ചാണകം പ്രിൻസിപ്പാളിൻ്റെ റൂമിലെല്ലാം തേച്ച് വെച്ച് അവിടുത്തെ യൂണിയൻ ഭാരവാഹികളുടെ വിദ്യാർത്ഥികൾ. എന്താ കാര്യം? സംഘപരിവാറിൽപ്പെട്ട പ്രിൻസിപ്പൾ, അങ്ങനെയാണല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജ്. സംഘപരിവാറിൽപ്പെട്ട പ്രിൻസിപ്പള് ആ കോളേജിന്റെ റൂമുകളിലെല്ലാം ചാണകം തേച്ചു വെച്ചു. എങ്ങനെയുണ്ട്? ചാണകം തേച്ച് വെച്ചിട്ട് അവര് പറഞ്ഞു, അതെ, ചാണകം തേച്ച് കഴിഞ്ഞാൽ റൂമിന്റെ അന്തരീക്ഷം മാറും, AC-യുടെ ആവശ്യമില്ല, എയർ കണ്ടീഷൻ്റെ ആവശ്യം. ഇപ്പൊ ഡൽഹിയിലെ ചൂടും തണുപ്പും നമുക്കറിയാം. ചൂടുകാലം ഇപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് കടുത്ത ചൂടാണ് ഡൽഹിയിൽ. അതേസമയം നവംബർ, ഡിസംബർ ആകുമ്പോൾ കൊടും തണുപ്പും വരുന്നൊരു വളരെ എതിർ ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാലാവസ്ഥയാണ് ഡൽഹിയിലുള്ളത്. അപ്പൊ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും JNUവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും എനിക്ക് അവിടുത്തെ നേരിട്ട് ഇത് നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ പേർക്കറിയാം, എനിക്ക് മാത്രമല്ലല്ലോ, എത്ര പേർക്കറിയാം. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജില് പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നു റൂമുകളിൽ മുഴുവൻ ചാണകം തേച്ച് വയ്ക്കുക. അപ്പോൾ AC വേണ്ട, തണുപ്പ് കിട്ടും. വേനൽക്കാലത്ത്, ചൂടുകാലത്ത്, ഇപ്പൊ ചൂടുകാലം വരാൻ പോവുകയാണ്. അപ്പോ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ തീരുമാനിച്ചു, അല്ല, ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ എന്താ ചാണകം തേക്കാത്തത്? ഈ ക്ലാസ് റൂമിൽ മാത്രം എന്തിനാ ചാണകം തേച്ചത്? അപ്പൊ പിള്ളേർ തീരുമാനിച്ചു, യൂണിയൻ ഭാരവാഹികൾ പിള്ളേർ തീരുമാനിച്ചു, അവര് 10-25 പേര് അങ്ങോട്ട് ചെന്നിട്ട് ചാണകം ചാക്കിലാക്കിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കവറിലാക്കി ചെന്നിട്ട് പ്രിൻസിപ്പലിന്റെ റൂമിലും കൂടെ അങ്ങ് തേച്ച് വെച്ചു. ഇതൊക്കെ ബാക്കി എന്താ പറയേണ്ടത്? ഇനി ചാണകത്തെ ഞങ്ങൾ ലെഫ്റ്റ് വോയിസ് ആക്ഷേപിക്കുന്നില്ല. നമ്മൾ പറയും ചാണക സംഘികളുടെ തലയെ മുഴുവൻ ചാണകമാണ്. ഈ ചാണകം തലയിൽ വെക്കുന്നതാണ് പ്രശ്നം. ചാണകത്തെ പറ്റി ഒത്തിരി ഉപയോഗങ്ങൾ വേറെയുണ്ട്. ചാണക വരളി, അടുപ്പിൽ തീ കത്തിക്കാൻ, കഞ്ഞി വെക്കാൻ, കറി വെക്കാൻ, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും അടുപ്പ് പുകയാൻ, തീ കത്തിക്കാൻ ചാണക വരളി ഉപയോഗിക്കും. നമ്മൾ ട്രെയിൻ യാത്ര നടത്തിപ്പോയാൽ ഡൽഹിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ പുറമ്പോക്കില് താമസിക്കുന്നവർ ചാണക വരളി ഇങ്ങനെ പപ്പട വലിപ്പത്തിലോ ചപ്പാത്തി വലിപ്പത്തിലോ ഇങ്ങനെ പശുവിന്റെ ചാണകം ഇങ്ങനെ കുഴച്ചിട്ട് ഉണക്കാൻ വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതാണ് ചാണക വരളി. ഏറ്റവും വലിയ ഫ്യൂവൽ, പാചകത്തിന് ഉപയോഗിക്കുന്നത്. ഇത് കത്തിച്ചാൽ മണിക്കൂറുകൾ ഇതിന്റെ ചൂട് നിൽക്കും. ഇപ്പോ ഈ ഗ്യാസ് ചേംബർ വന്നതിന് ശേഷം ഇപ്പം ശവസംസ്കാരം, എന്താ പറയുക, ചിത കത്തിക്കൽ ഇപ്പൊ ഗ്യാസ് ചേംബറിലാണല്ലോ. എല്ലാ LPG ഗ്യാസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് എന്തായിരുന്നു? തൊണ്ടും ചാണക വരളിയും വെച്ചിട്ട് ദഹിപ്പിക്കുമ്പോൾ എല്ലാം അവിടെ എരിഞ്ഞടങ്ങും. പണ്ട് കുടിലുകളില് തറ ചാണകവും കരിക്കട്ടയും പൊടിച്ചിട്ട്, കരിക്കട്ടയുടെ പൊടിയും, അതായത് നാളികേരത്തിന്റെ, തേങ്ങയുടെ ചിരട്ടക്കരി, അതാണ് കറക്റ്റ്, ചിരട്ടക്കരിയും പശുവിന്റെ ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് തറ പണ്ട് പാകുമായിരുന്നു. മണ്ണ് കൊണ്ടുണ്ടാക്കിയ തറയിൽ അതിനും പുറത്ത് മേമ്പൊടിയായിട്ട് ചിരട്ടക്കരിയും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് തറ ഇങ്ങനെ ചാണകം പൂശും. പഴയ കുടിലുകൾ, ഓലക്കുടിലുകൾ. ഇന്ന് നമ്മുടെ വീടുകളിൽ അത്രയും ഓലക്കുടിലുകൾ ഇല്ല കേരളത്തില്. അത് എന്തൊരു വൃത്തിയാണ്. അപ്പൊ ചാണകത്തിന് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ഞങ്ങൾ ചാണകത്തെ തള്ളിപ്പറയുകയല്ല. പക്ഷെ ചാണകം എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പൾ കാട്ടിക്കൂട്ടിയ അബദ്ധം എന്ന് പറയുന്നത്. അപ്പം പണി കിട്ടിയല്ലോ. ക്ലാസ് റൂമിൽ മാത്രം ചാണകം വേണ്ടല്ലോ, AC വേണ്ടല്ലോ. അപ്പൊ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഇരിക്കട്ടെ ചാണകം പറഞ്ഞ് പിള്ളേർ പോയിട്ട് ചാണകം തേച്ചു കൊടുത്തു. അപ്പൊ ഓരോന്നിനെയും വെക്കേണ്ടുന്ന സ്ഥലത്ത് വെക്കാൻ മനുഷ്യൻ പഠിക്കണം. മനുഷ്യന് വിവേകബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. തറ മെഴുകാൻ, തീ കത്തിക്കാൻ ചാണകവരളിയും ചാണകമൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ അത് തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിനകത്ത് ചാണകം കയറ്റി വെക്കരുത്. ആ വെച്ചതിന്റെ
പണിയാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പൽക്ക് ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ ചെയ്തു കൊടുത്തത്.